ഐ ആം റിയലി സോറി ഗൈസ്. എനിക്ക് കുറച്ച് പനിയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് രണ്ടാഴ്ച വീഡിയോ ഇടാണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടും എനിക്കിടായിരുന്നു മടി. ഇപ്പം എക്സാമും ഏകദേശം തുടങ്ങാറായിട്ടുണ്ട്. ആഹ് അതുകൊണ്ട് ഇനി ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇനി എപ്പോൾ വരും എന്ന് എന്നോട് ചോദിക്കരുത്. എന്തായാലും ഇത് നമ്മുടെ ബെഡ് പിടിച്ചിട്ട് നമുക്ക് ഇന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇതിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കണം. ഇതിൽ വെള്ളം നിറച്ചിട്ട് വേണം ഇനി നമ്മുടെ ബാക്കി ബേസിൻ്റെ പരിപാടി തീർക്കാൻ. ഓക്കെ, ഇതിൽ വെള്ളം നിറയ്ക്കണമെങ്കിൽ അത്യാവശ്യം നല്ല പണിയുണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് സിമ്പിളായിരിക്കും. നമുക്ക് മണ്ടയ്ക്ക് മാത്രം നിറച്ചിട്ട് മറ്റേ കെൽപ്പ് അങ്ങനെ വയ്ക്കാം, അങ്ങനെ നിറയ്ക്കാൻ പറ്റുമല്ലോ. നിൽക്കട്ടെ, ഞാൻ ഈ വെള്ളം എടുക്കട്ടെ. പക്ഷെ ബക്കറ്റ് ഇല്ലേ ഇവിടെ? ബക്കറ്റ് ഇല്ലെങ്കിൽ ബക്കറ്റ് ഉണ്ടാക്കണം. അയൺ ബ്ലോക്ക് ഉണ്ട് ഇവിടെ. എവിടെയെങ്കിലും ബക്കറ്റ് ഉണ്ടാവും, നോക്കട്ടെ. ബക്കറ്റെല്ലാം കിട്ടി. നമ്മൾ ഇതിൻ്റെ അകത്ത് മൊത്തം വെള്ളം നിറച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ വേറെ വിഷയം. കണ്ടോ, ഇതേ ഒരു കെൽപ്പ് കിടക്കണം. നമ്മൾ കെൽപ്പ് വെച്ചിട്ടാണ് ഇത് മൊത്തം ഫില്ല് ചെയ്തത്. എന്നുവെച്ചാൽ മുകളിൽ മാത്രം അങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കെൽപ്പ് മൊത്തം വെച്ച് വന്നിട്ട് പൊട്ടിച്ചു. അത് നിങ്ങൾക്കറിയാലോ, പിന്നെ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയണത് നമുക്കിത് കാണാൻ പറ്റുന്നില്ല. കണ്ടോ, ഇവിടെ നിന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇരുണ്ട് കൂടിയിരിക്കണം. അതിൻ്റെ അകത്ത് ലൈറ്റില്ല. നമുക്ക് 2-3 ലൈറ്റും വെക്കണം. പിന്നെ ഇത് ഈ നിഴൽ കണ്ട, ഇത് ഈ ഷെയ്ഡറിൻ്റെ വിഷയം കണ്ട. ഇത് കുഴപ്പമില്ല എന്ന് വിചാരിക്കണല്ലേ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, പട്ടി കിടന്ന് പറിക്കണ്ട്, കള്ളപ്പട്ടി. അതിനെന്തെങ്കിലും ചെയ്യണം. നമുക്കപ്പോൾ എന്തായാലും എൻ്റെ ഒരു 2-3 ഷെയ്ഡറുണ്ട്, അതൊന്ന് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇപ്പോൾ ഇത് ഞാൻ കോംപ്ലിമെൻ്ററി, ഇത് കോംപ്ലിമെൻ്ററി തന്നെ, ഇത് വേറൊരു വെർഷനാണെന്നുള്ളൂ, വേറെ ഒരെണ്ണം. ആവശ്യമില്ല, രണ്ടും ഏകദേശം ഒന്നാണ്. ഇപ്പം അത് ഇതിട്ടിട്ട് ഇത് ഏതാ പ്രോട്ടോൺ ആയത് കണ്ട. എടാ, ഇതൊന്നും ഒരു രസമില്ല. ഇത് ഇപ്പം ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും, പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് കയറി ഞാൻ കാണിച്ചു തരാം. കണ്ട, നമുക്ക് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ ഗ്ലാസിൻ്റെ ഇത് 1.21.4 ആണ്. ഇതിൽ മറ്റേ ടെസ്റ്റർ പാക്കൊന്നും വന്നിട്ടില്ല, ഏത് ക്ലിയർ ഗ്ലാസിൻ്റെ. അതുകൊണ്ട് എൻ്റെ ബേസ് മിക്കപ്പാറും ഫ്ലോപ്പ് ആവാൻ നല്ല ചാൻസും ഉണ്ട്. ഞാൻ അല്ലെങ്കിൽ ഡിസൈൻ മാറ്റേണ്ടി വരും. അത് ഇതിനേക്കാളും വലിയ പ്രശ്നം. എന്തായാലും 1.21.4 നമുക്ക് ക്ലിയർ ഗ്ലാസ് വരുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ട വരും. BSL എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഷെയ്ഡർ. എടാ, ഇതെന്താ ഇത് വേണ്ട, ഷെയ്ഡർ കളഞ്ഞിട്ടിട്ടാലോ? വേണ്ട, നമ്മൾ ഏതിട്ടോണ്ടിരുന്ന കോംപ്ലിമെൻ്ററി അല്ലേ? കോംപ്ലിമെൻ്ററി അൺബൗണ്ട് ഇട്ട് നോക്കാം. അൺബൗണ്ടിൽ ആകാശം കൊള്ളാം, പക്ഷേ ഇതൊന്നും കൊള്ളില്ല. ഇത് നമ്മുടെ അക്കോറയും കൊള്ളില്ല. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ ബേസിന് പറ്റിയൊരു നല്ല പേരും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോഴാണ് നമ്മുടെ ബേസ് സെറ്റായത്. ഇനി ഇത് അപ്പോഴും കാണാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഗ്ലാസ് മാറ്റിയിട്ട് കുറച്ച് ലൈറ്റൊക്കെ വെച്ച് നോക്കാം. അതും കൂടി വെച്ചാൽ കുറച്ച് ഭംഗി ഉണ്ടാവും എന്ന് വിശ്വസിക്കാം. അതിന് മുമ്പ് ലൈക്കാത്തല്ലാലും ലൈക്കും കൂടി ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു ബീക്കൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതെൻ്റെ അല്ല, ഇത് മറ്റേ സച്ചിൻ ബ്രോയുടെയാണ്. പിന്നെ ഇത് കണ്ടാൽ നിങ്ങൾ എന്തോരം സാധനങ്ങളാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചേണെന്ന് അറിയൂ. ഞാനാണ് കെമിക്സിലെ ഏറ്റവും ഗ്രൈൻഡർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ കുറേ ജിഞ്ചടയിൽ നിന്ന് ഞാൻ മറ്റേ സീലാൻഡ്രം വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കഷ്ടപ്പെട്ട് കുറേ തടി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, മറച്ച്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ആക്സിലോട്ടലിനെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൂ ആക്സിലോട്ടലിനെ കിട്ടിയിട്ട് നമുക്ക് നമ്മുടെ അക്വോറിയത്തിൽ ഇടാനായിരുന്നു. പക്ഷേ കുറേ ആൾക്കാർ നിൽക്കട്ടെ, ഞാൻ ആ ചാറ്റിലൊന്ന്
ആരോ പറഞ്ഞിട്ടുണ്ടായല്ലോ. അതെ അതെ, നമ്മുടെ നമ്മുടെ ഫാൻറ്റം 2K_official. ഞാൻ പറ്റുകയാണെങ്കിൽ ആ കമൻ്റ് ഒന്ന് സ്ക്രീനിൽ കാണിച്ചേക്കാം. പറ്റുകയാണെങ്കിൽ എഡിറ്റ് ചെയ്യണ അറസ് മറക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. മറക്കുകയാണെങ്കിൽ എന്നോടൊന്നും പറയരുത്, എന്നോടൊന്നും തോന്നല്ലേ. ഓക്കെ, ഇനി നമ്മുടെ ബാക്കിയുള്ള പരിപാടി ഇത് ഇവിടെ കണ്ടോ. ഞാൻ ഇഷ്ടംപോലെ ആക്സലോട്ടലിനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഇതൊക്കൊന്നും വലിയ ഗുണമില്ല. വേണമെങ്കിൽ ഞാൻ ഒരെണ്ണത്തിന് ഇട്ടിട്ട് ഞാൻ ഒന്ന് നോക്കട്ടെ ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിങ്ങനെ കുറേ ഓടി കിടക്കണതാണ്, നല്ല ഭംഗിയായിരിക്കും. ഇത് കണ്ടോ, ഇത് പിങ്ക്, ഇത് ഓടി കിടക്കണ നോക്കിക്കോ. പക്ഷേ ഇത് ഇരുട്ടായപ്പോൾ ഒരു ഭംഗിയില്ല. ഇതിൽ ലൈറ്റ് വയ്ക്കണം ഗൈസ്. സത്യം പറയാലോ ഇതൊന്നും കാണാൻ പറ്റില്ല, ഇരുട്ടത്ത് ഒട്ടും കണ്ടുകൂടാ. തൂക്കിയത് ലാഗ് അടിച്ചു പോകണം. ഇത് വേണ്ട, ഇത് വേണ്ട. ഇത് കണ്ട ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതിങ്ങനെ ഓടി കിടക്കണതാണ്. അവിടെ സൂര്യാസ്തമയം. നമ്മുടെ ബേസിൻ്റെ ബാക്കിലാണ് സൂര്യാസ്തമയം. അത് നൈസായിട്ടുണ്ട് കേട്ടോ. ലൈറ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ്, ലൈറ്റ് വെച്ചാലും ഭംഗി വരാൻ ചാൻസ് 50-50 ആണ്. എനിക്ക് അറിഞ്ഞുകൂടന്ന്. ഞാൻ എന്തായാലും ഒന്ന് വെച്ച് നോക്കാം. പിന്നെ എൻ്റെത് ഏകദേശം ഈ വീൽഡിൻ്റെ പണിയൊക്കെ തീർന്നു വന്നപ്പോഴേക്കും എൻ്റെ ഫുഡും ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. അതും ഞാൻ ഇത്ര നാൾ മട്ടനാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഗോൾഡൻ ക്യാരറ്റ് കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പൈസയുണ്ട്, പക്ഷേ കടയിൽ സാധനവുമില്ല. അതുകൊണ്ട് ഗോൾഡൻ ക്യാരറ്റിൻ്റെ ഉടമസ്ഥനായ നമ്മുടെ സ്വന്തം പാണ്ട സോറി, ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് മാറിപ്പോവും. പാണ്ട ഒന്ന് അതിൻ്റെ അകത്ത് റീസ്റ്റോക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് ഫുഡ് വാങ്ങി കഴിക്കായിരുന്നു. ഈ പാണ്ട ഇനി എന്ന് വരാണാവോ? ഐ തിങ്ക് പാണ്ടനെ വല്ല സൂയി പിടിച്ച് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടാവും. അതായിരിക്കാം കാണാത്തത്. ഇവിടെ വന്നിട്ട് കുറേ നാളായി ഗൈസ്. അന്ന് നമുക്ക് മറ്റേ കുതിരനെ തന്നിട്ട് പോയതാണ്. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എടേ അതാരുടെ സ്പൈഡർമാൻ്റെ കുഞ്ഞിയാ ഇത് കയറി വരുന്നോക്ക്. എടാ കള്ളാ, നീ എൻ്റെ അക്കോറിയത്തിൽ കയറുന്നോ? ചത്തു പാവം. ഓക്കെ, ഇത് രാത്രി ആയതുകൊണ്ടാണ്. നമുക്ക് എന്തായാലും വേഗം പോയി തന്നെ കിടന്ന് ഉറങ്ങാം. അതിന് മുമ്പ് ഈ വേസ്റ്റും കൂടി നിർത്തേക്കാം. നമ്മുടെ അക്കോറിയം എപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കണം. നമുക്ക് അക്കോറിയം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേലക്കാരനെ വെക്കണ്ടേ? വേലക്കാരൻ എന്ന് പറയുമ്പോൾ വേലക്കാരൻ്റെ കട്ടുള്ളത് ആരാ? ഓക്കെ, അതെന്തായാലും നമുക്ക് നോക്കാം. ഇതേ നമ്മുടെ ബേസിൻ്റെ പണിയുടെ ഇപ്പോഴും ഇത്രയും വെട്ടം വരുള്ളൂ. ഇത് ഈ വെട്ടം പോരാ കൈസ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ സൈഡിലും കൂടിയും ഒരു എന്താ പറയുക, ഒരു തൂണ് പോലെ നമുക്ക് അങ്ങനെയാണെങ്കിൽ സീലാൻഡ് മൊത്തം വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതും കൂടി സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യണതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ നിങ്ങളത് കണ്ട് മടുക്കും. അല്ലെങ്കിൽ ഞാൻ പറ്റുകയാണെങ്കിൽ ഒരു ചെറിയ റീപ്ലേ കട്ട എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യാൻ നോക്കാം. ഞാൻ ഒരു മടിയനായതുകൊണ്ട് നിങ്ങളത് പ്രതീക്ഷിക്കണ്ട. ഇനി എങ്ങാനും വന്നാലോ അത് റയറാന്ന് വിചാരിച്ചാൽ മതി. മറ്റേ ഡോക്ടർമാരൊക്കെ പറയുമല്ലോ, എന്തോ പറയും, മിറാക്കിൾ അത് തന്നെ. പിന്നെ എൻ്റെ ആർമറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഈ ആർമർ നമ്മുടെ സ്വന്തം, അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഇപ്പോൾ ദേ നമ്മുടെ ബേസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു എൻട്രൻസും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദേ എൻ്റെ ആർമറിനെ പറ്റി തന്നെ പറയാമല്ലേ. എൻ്റെ ആർമർ വർക്ക്, എൻ്റെ ബ്ലാക്ക് ഷർട്ടും നീലത്തൊപ്പിയും നീല പാൻറ്റ് നീല ചെരുപ്പ് എല്ലാം ബ്ലാക്ക് ആക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ ബ്ലാക്ക് ആക്കണമെങ്കിൽ നെതറേറ്റ് വേണം. ഇത് തന്നെ ഞാൻ മറ്റേ നമ്മുടെ സ്വന്തം ഡിക്റ്റേറ്റീവ് വിജയ് ഊറ്റിയിട്ട് സെറ്റ് ചെയ്തതാണ്. ഊറ്റിയിട്ടെന്ന് പറയാമില്ല, നമ്മുടെ ഡിക്റ്റേറ്റീവ് വിജയ് നമുക്ക് സ്നേഹത്തോടെ തന്ന സാധനങ്ങളാണ്. ഞാൻ വെറുതെ ആർമറൊന്നും നെതറേറ്റ് ആക്കി തരുമോ എന്ന് വെറുതെ ചോദിച്ചുള്ളൂ. പുള്ളി നമുക്ക് ആക്കി തന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല, അതാണ് വേറെ വിഷയം. മാക്സിമം നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈവും കൂടിയൊക്കെ ഒന്ന് കാണാം. എന്നാലാണെന്ന് നമ്മുടെ വിജയുടെ കുറേ കള്ളത്തരങ്ങൾ പിടിക്കാൻ പറ്റുള്ളൂ. വെറുതെ പറഞ്ഞത് കേട്ടോ, വിജയ്ക്ക് അങ്ങനെ കള്ളത്തരമൊന്നുമില്ല. പിന്നെ ഇത് നമ്മളാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഐലൻഡും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് എന്നോട് ചോദിക്കരുത്. എനിക്ക് വെറുതെ ഇരുന്നപ്പോൾ ഞാൻ അവിടെ ഒരു ഐലൻഡ് സെറ്റ് ചെയ്തു. ഈ ഐലൻഡോ പണിയേറുന്നിട്ടില്ല, വേറൊരു ഐലൻഡും കൂടി അവിടെ പണിതിട്ട് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന്. ഓക്കെ, വീഡിയോ തുടങ്ങിയപ്പോഴും രാത്രി, നിർത്തുമ്പോഴും രാത്രി. എടാ ഇത്ര ലൈറ്റും വെച്ചിട്ടും ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് വെട്ടമുണ്ട്, എന്നാലും അത്ര വെട്ടമില്ല. പിന്നെ ഈ സൈഡിൽ ഞാൻ ചെറിയൊരു വിൻഡോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരണ്ട്. ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഇതിനേക്കാളും ഗംഭീരമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ മാക്സിമം നോക്കാം. ഓക്കെ, പിന്നെന്ത് പറയാനാ, പിന്നൊന്നും പറയാനില്ലെന്ന്. പിന്നെ
എന്താ പറയാ, അയ്യോ ഇപ്പം ചത്തേനെ. RS നെവർ ഡൈസ്, സോറി, ടെക്നോബ്ലേറ്റ് നെവർ ഡൈസ്. അതാണ് ശരി, അതല്ല അതിൻ്റെ ശരി. പിന്നെന്താ, പിന്നെ ഒന്നും പറയാനില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ഫുൾ ചവറുകളാണ്. കുറച്ച് പുതിയ അപ്ഡേറ്റിൽ ഇൻവെൻട്രി കുറച്ചുകൂടി വലുതാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ബാക്ക് പാക്ക് വേണമെന്ന്. കെമിക്സിൽ ബാക്ക് പാക്കിൻ്റെ മോഡില്ല, അല്ലെങ്കിൽ അതുണ്ടാക്കായിരുന്നു. അതെ, ഒരു സൂമ്പിക്കുട്ടം വരുന്നു. ചവടാ ചവടാ. 2 പേരാ. ആരാടാ നിങ്ങൾ? ഓക്കെ, അവന്മാരൊക്കെ ചത്തിട്ടുണ്ട്. ഇവിടെ ടോർച്ച് വയ്ക്കാത്തതുകൊണ്ട് നിറച്ച് സൂമ്പി, സ്കെൽട്ടൻ, ക്രീപ്പർ എല്ലാവരും ശല്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പൂച്ചേനെയും പട്ടീനെയും എരുമേനെയൊക്കെ വളർത്തണം. അവന്മാർ വരില്ലല്ലോ. ഏത് പൂച്ചയും പട്ടി എരുമയൊക്കെ നിൽക്കട്ടെ, നമ്മുടെ പാണ്ടയുടെ കാര്യം ആദ്യം നോക്കാം. എത്ര ദിവസമായിന്നറിയും. ഇതൊക്കെ എത്ര വർഷങ്ങൾ മുമ്പ് വാങ്ങിയ കച്ചവടമാണ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് ഇതുവരെ പുള്ളി ഈ കടയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലില്ല. ഈ ചെസ്റ്റിൽ പോയിട്ട് ഒന്നുമില്ല. ഒരു കുറച്ചധികം വെക്കണ്ടേ ഒരു കടയിൽ? എനിക്ക് വിശന്ന് ഞാൻ ചാവാറായി ഗൈസ്. മിക്കവാറും അടുത്ത എപ്പിസോഡിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ കെമിക്സിൽ ആദ്യമായിട്ട് വെച്ചെന്ന് ചത്തുവെന്നുള്ള ഒരു ഏത് മറ്റേ സംഭവം എനിക്ക് തന്നെ വേണമെന്ന്. എന്താ അവാർഡ്. ഓക്കെ, ദൈവമേ, സൂംബിഫൈഡ് പൊട്ടറ്റോ വീഡിയോ കാണാണ്ടിരുന്നാൽ മതിയായിരുന്നു. പേടിക്കണ്ട, അങ്ങനെ സൂംബിഫൈഡ് പൊട്ടറ്റോ ഒന്നും എൻ്റെ വീഡിയോ കാണില്ല. പിന്നെയാണെങ്കിൽ പുള്ളിയാണെങ്കിൽ ഇപ്പോൾ കെമിക്സിൻ്റെ മറ്റേ ട്രോളിങ്, മറ്റേ ന്യൂസ് ആ സംഭവമൊക്കെ നിർത്തിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാണാണ്ടിരിക്കട്ടെ ദൈവമേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഞാൻ എന്നാൽ പോയി എൻ്റെ ബാക്കി പണി നോക്കട്ടെ. അടുത്ത എപ്പിസോഡ് ഉടനെ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇറ്റ്സ് മീ RS. ഓക്കെ, ബൈ 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 ബൈ. ഞാൻ പോട്ടെ, പോയി കിടന്നുറങ്ങാം. ഉറക്കം ഫുൾ ടൈം ഇപ്പോൾ ഉറക്കമാണ് ഗൈസ്.